നമുക്ക് ഇതുവരെ പഠിപ്പിച്ചതൊക്കെ മനസ്സിലായില്ലേ? നമ്മൾ 4 ടൂൾ ഉപയോഗിച്ചിട്ടാണ് 3 എത്തിയത്. ഞാൻ ഡോസ് ഫിറ്റ് ചെയ്തു. ഡോസ് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചു. അതേപോലെ ഡോസ് ഫിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഡോസ് നമ്മൾ റൊട്ടേഷനോ അല്ലെങ്കിൽ മൂവോ അല്ലെങ്കിൽ കോപ്പിയോ ചെയ്യുമ്പോൾ എല്ലാ എലമെൻറ്റ്സും അതേപോലെ കോപ്പി ആവുന്നുണ്ടാവില്ല ചില സമയത്ത്. ചില സമയത്ത് അങ്ങനെ ഉണ്ടാകുമ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് ബ്ലോക്ക് ആക്കി വെക്കുക എന്ന് പറഞ്ഞാൽ ആ ഒരു പർട്ടിക്കുലർ എലമെൻറ്റിനെ സെലക്ട് ആക്കിയിട്ട് ജസ്റ്റ് ബി എന്ന് കൊടുക്കുമ്പോൾ ഫസ്റ്റ് തന്നെ വരും. ബി എൻ്റർ കൊടുക്കുമ്പോൾ ബ്ലോക്ക് വരും. എന്താണ് നെയിം, ഇപ്പോൾ W1 W2 അങ്ങനെ നമുക്ക് ആപ്റ്റായിട്ടുള്ള പേര് കൊടുക്കുക. പേര് കൊടുത്ത ശേഷം എന്ത് ചെയ്യുക, ഓക്കെ കൊടുത്താൽ അതൊരു ബ്ലോക്കാവും. അതൊരു ഒബ്ജക്റ്റ് ഒരു സിംഗിൾ ആയിരിക്കും. അതിൽ ഒരു ലൈനായിട്ടൊന്നും നമുക്ക് കിട്ടില്ല. പിന്നെ ലൈൻ അങ്ങനെ സെപ്പറേറ്റ് കിട്ടണമെങ്കിൽ എൻ്റർ കൊടുത്താൽ എക്സ്പ്ലോഡായി കിട്ടും. ഇത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരികയാണ് കേട്ടോ. എന്നിട്ട് അതിനെ നമുക്ക് മൂവ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ടൂള്, റൊട്ടേഷൻ ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ടൂളും ഉപയോഗിക്കാം. ഇത് കണ്ടോ, ഇതിപ്പോൾ ഞാൻ ഓൾറെഡി വെച്ചതായതുകൊണ്ട് തന്നെ ലൈൻ വൈസിൽ ഓരോ ലൈനായിട്ട് എനിക്ക് എടുക്കാൻ പറ്റും. അത് ചിലപ്പോൾ നമ്മൾ മൂവ് ചെയ്യുമ്പോൾ ഒരു ലൈൻ അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റിനെ മൂവ് ചെയ്യുമ്പോൾ നമുക്കത് ചിലപ്പോൾ എല്ലാ ലൈൻസും കിട്ടിയെന്ന് വരില്ല. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ബ്ലോക്ക് ടൂള് ഉപയോഗിക്കുന്നത്. ബ്ലോക്ക് ആക്കിയിട്ട് ദെൻ എൻ്റർ അമർത്തിയാൽ റൊട്ടേഷൻ ചെയ്യും. അതേപോലെ എത്ര വേണമെങ്കിലും റൊട്ടേറ്റ്, ഒരു 360 ഡിഗ്രിയിൽ നമുക്ക് റൊട്ടേറ്റ് ചെയ്യാം. എൻ്റർ എടുത്താൽ മൂവ് ചെയ്യാം. ഏതാണ് CO അല്ലെങ്കിൽ കൺട്രോൾ C. നമ്മൾ സാധാ കൺട്രോൾ C ഉപയോഗിക്കാറില്ല. അത് ഉപയോഗിച്ചിട്ട് നമുക്ക് കോപ്പി പേസ്റ്റ് ചെയ്യാം. ഇതിൻ്റെ ലൈന് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് കഴിഞ്ഞ ക്ലാസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതേപോലെ എൻഡ് ഓഫ് ദി സെക്ഷനിലൊക്കെ പോവാതിരിക്കുക. നമ്മൾ ലൈൻ എടുത്തിട്ട് അതിൻ്റെ മിഡ് പോയിൻ്റ് എടുത്തിട്ട് അവിടെ പ്ലേസ് ചെയ്യിക്കുക. ലൈൻ ടൂള് ഇത് മൊത്തത്തിലാണ്, അതുകൊണ്ട് തന്നെ അതിൻ്റെ എൻഡായിരിക്കും നമുക്ക് കാണിച്ചു തരിക. അപ്പോൾ അതിൻ്റെ ലൈൻ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് നോക്കുക ഇതിൻ്റെ സെൻറ്റർ എവിടെയാണെന്ന്. ലൈൻ എടുത്താൽ തന്നെ നമുക്ക് മനസ്സിലാവും അതിൻ്റെ സെൻറ്റർ എവിടെയെന്ന് മനസ്സിലായി കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ മിഡ് പോയിൻറ്റിൽ ജസ്റ്റ് സെലക്ട് ചെയ്യുക. മിഡ് പോയിൻ്റ് നോക്കുക. മിഡ് പോയിൻ്റ് നോക്കുമ്പോൾ നമുക്കതിൻ്റെ മിഡ് കിട്ടും. മിഡ് പോയിൻ്റ് കൊടുന്ന് പേസ്റ്റ് ചെയ്യും. ഇത്രയേ ഉള്ളൂ ഒരു ഡ്രോയിങ്ങിൻ്റെ ബേസിക് ലെവൽ എന്ന് പറയുന്നത്. നമുക്കിപ്പോൾ ഒരു പ്ലാന് വരയ്ക്കാൻ അറിഞ്ഞിരിക്കേണ്ട 4 ടൂളുള്ളൂ. ഞാൻ പറഞ്ഞു ആ 4 ടൂളിനെ കുറിച്ച് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോസിൽ. അതുപോലെ തന്നെ ഞാൻ എക്സ്ട്രാ ആയിട്ട് വിൻഡോസ് എങ്ങനെ ഫിറ്റ് ചെയ്യാം, അതേപോലെ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, അതൊക്കെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. ഈ ഒരു സെക്ഷനിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഇതൊരു ബേസിക്കാണ്, ഒരു ബിഗിനർ എന്ന ലെവലിൽ മാത്രമാണ് ഞാനിപ്പോൾ ഈ ക്ലാസ് എടുത്തത്. ഒരു ബിഗിനേഴ്സിനെ മനസ്സിലാക്കേണ്ട രീതി, ആ രീതിയിൽ മാത്രമായിട്ടാണ് ഞാൻ ഈ ഒരു 3 പാർട്ടും ഞാൻ ചെയ്തത്. ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ള വീഡിയോസ് ആയിരുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻസിൽ ചോദിക്കുക. എന്തെങ്കിലും അധികം വീഡിയോസ് ചെയ്യണമെന്നെങ്കിലും കമൻറ്റിൽ പറയുക. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു ഫോർ സപ്പോർട്ടിങ്. താങ്ക് യു.